Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah, walhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in, amma ba'd. Dear students, welcome back to our English world. Today we are going to learn a beautiful story from our textbook, okay, in page number 29. So it's a beautiful and little story. So let's start the story. Before that, take a piece of paper, make a list of at least 5 things you can do with it. Compare your list with that of your friends. Okay. സോ നിങ്ങളൊരു പീസ് ഓഫ് പേപ്പർ എടുക്കുക, എന്നിട്ട് അതിൽ നിങ്ങൾക്ക് പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള തിങ്സിൻ്റെ ലിസ്റ്റ് എഴുതാം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് വെനസ്ഡേ ക്ലാസ്സിൽ വരുമ്പം നിങ്ങളുടെ ഫ്രണ്ട്സും ലിസ്റ്റും നിങ്ങളുടെ ലിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് ഓരോരുത്തരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പഠിക്കാം. ഓക്കെ. ഇറ്റ് വാസ് സമ്മർ വെക്കേഷൻ. All the children in Riverview apartment were bored. Today, they were not even able to watch television as there was a power cut. Suddenly, Hema came running into the room. Hello everyone, I have got a dog, a cat, some fish, and a rooster, said Hema excitedly. So, it was a summer vacation when all the children are very bored because they cannot able to watch television because there is a power cut. So everyone bored. Then their friend Hema coming into the room and saying, hello everyone, I have got a dog, a cat, some fish and rooster. അപ്പോൾ അവർക്കൊരു റൂസ്റ്റർ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫിഷിനെയും കാറ്റിനെയും ഡോഗിനെയും കിട്ടിയിട്ടുണ്ട്. ഷീ സാറ്റ് എക്സൈറ്റഡ്ലി മീൻസ് വിത്ത് എ ലോട്ട് ഓഫ് ഇൻട്രസ്റ്റ്. അത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് അവൾ പറയുകയാണ്, എനിക്കൊരു ഫിഷിനെ കിട്ടി, ഡോഗിനെ കിട്ടി, കാറ്റിനെ കിട്ടി, ഒരു റൂസ്റ്റർ കിട്ടി എന്നൊക്കെ. ഓക്കെ. വിജയ്, who loved animals, jumped up. Show me. അപ്പോൾ വിജയ് എണീക്കാണ്. അവന് ആനിമൽസിന് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അവൻ ഇങ്ങനെ ചോദിക്കുകയാണ്, ഷോ മീ, എന്നെ കാണിക്ക്. എ ക്രാബ് ആൻഡ് സ്നേക്ക് ടു, ഹേമ കണ്ടിന്യൂഡ്. എന്നിട്ട് ഹേമ പറഞ്ഞു, എൻ്റെ കയ്യിലൊരു ക്രാബിനും ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്നേക്കും ഉണ്ട്. എ ക്രാബ്, വൗ, വാട്ട് വുഡ് ഇറ്റ് ഈറ്റ്, ആസ്ക്ഡ് ചാർലി. അപ്പോൾ ചാർലിയും ചോദിക്കുകയാണ്, ക്രാബോ, വൗ, അതെങ്ങനെ ഈറ്റ് ചെയ്യും? ഹേമ laughed and said, did you think it was real crab? Oh no, I have got a crab made out of paper. All the children groaned. Hema laughed and said, Hema ചിരിച്ചിട്ട് പറഞ്ഞു, did you think it was real crab? റിയൽ ക്രാബ് ആണെന്ന് നീ വിചാരിച്ചോ? Oh no, അല്ല കേട്ടോ. I have got a crab made out of paper. എൻ്റെ കയ്യിലുള്ളത് പേപ്പർ കൊണ്ടുണ്ടാക്കിയ ക്രാബാണ്. ഓൾ ദ ചിൽഡ്രൻ ഗ്രോണ്ട്. എല്ലാ ചിൽഡ്രനും എന്ത് ചെയ്തു? ഗ്രോണ്ട് എന്ന് പറഞ്ഞാൽ ഓ എന്ന് പറയില്ലേ, ഹിയർ ദ മീനിങ് ഈസ് ക്രൈഡ്. ക്രൈഡ് മീൻസ് നമ്മൾ ആശ്ചര്യത്തിൽ സൗണ്ട് ഉണ്ടാക്കില്ല, അതിനെയാണ് ഗ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ. ഐ ആം ജസ്റ്റ് ബാക്ക് ഫ്രം മൈ ക്രാഫ്റ്റ് ക്ലാസ്. വി ലേൺഡ് ഒറിഗാമി ടുഡേ, സെഡ് ഹേമ. ഹേമ പറയാണ്, ഞാൻ എൻ്റെ ക്രാഫ്റ്റ് ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ വരുന്നേ ഉള്ളൂ. സോ വി ലേൺഡ് ഒറിഗാമി ടുഡേ, ഞങ്ങൾ ഇന്ന് ഒറിഗാമിയാണ് പഠിച്ചത്. അപ്പോൾ ക്രാഫ്റ്റ് ക്ലാസ് എന്താണ്? ഈ ക്രാഫ്റ്റ് ക്ലാസ് വേർ സ്റ്റുഡൻസ് ആർ ടോട്ട് ഹൗ ടു മേക്ക് തിങ്സ് യൂസിങ് എവറിഡേ ഒബ്ജക്ട്സ്. അപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ നിന്നും എങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള തിങ്സ് ഉണ്ടാക്കുക എന്ന് പഠിക്കുന്ന ക്ലാസ്സാണ് ക്രാഫ്റ്റ് ക്ലാസ്. ഓക്കെ. അപ്പോൾ അവൾ ഇന്ന് പഠിച്ചത് ഒറിഗാമിയാണ്. Origami means oru means folding and gami means paper in Japanese. Paper folding ആണ് അവൾ ഇന്ന് പഠിച്ചത്. ഓക്കെ. Then origami is the art of paper folding, said Hema. Why don't you show us how to do it? Asked Satya. When Satya asked her, why don't you show us?
എന്തുകൊണ്ടാണ് നീ ഞങ്ങളത് കാണിക്കാത്തത്? ഹൗ ടു ഡു ദിസ്, എങ്ങനെയാണ് അത് ചെയ്യുക? ഓക്കെ. When Hema took two small pieces of paper and turned to face the wall, അങ്ങനെ അവൾ 2 പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് വാളിന് എതിർവശം തിരിഞ്ഞു നിന്നു. Then Hema, we are sitting here, turn this side, ഞങ്ങൾ ഇവിടെയാണ് ഹേമ ഇരിക്കുന്നത്, turn this side, ഇങ്ങോട്ട് തിരികെ, said വിജയ് playfully. വിജയ് ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി അവളോട് പറയാണ്, നീ ഞങ്ങൾ ഇവിടെയല്ലേ ഇരിക്കുന്നത്, നീ ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ബി പേഷ്യൻറ്റ് വിജയ്, സെഡ് ഷാൻ. ഷാൻ പറഞ്ഞു, ബി പേഷ്യൻറ്റ്, ക്ഷമിക്ക് മാൻ. ഹലോ എവ്രി വൺ, ഐ പ്രസന്റ് ദ യങ്ങസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഒറിഗാമി എക്സ്പേർട്ട് ഹേമ, സെഡ് ഹേമ ലാഫിങ്. അങ്ങനെ ഹേമ അവളെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയാണ്? ഹലോ എവ്രി വൺ, ഐ പ്രസന്റ് ദ യങ്ങസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഒറിഗാമി എക്സ്പേർട്ട്. അവളെ തന്നെ ഒരു ഒറിഗാമി എക്സ്പേർട്ടായിട്ട് അവൾ പരിചയപ്പെടുത്താണ്. ഫേസിങ് ദ വാൾ, എന്നിട്ട് വാളിന് മുന്നേ തിരിഞ്ഞു നിന്നിട്ട് ഹേമ ഹെൽഡ് 2 പീസ് ഓഫ് പേപ്പർ, അവൾ 2 പീസ് ഓഫ് പേപ്പർ എടുത്തു. ദെൻ ബ്രിങ്ങിങ് ഹെർ ഹാൻഡ്സ് ബിഹൈൻഡ് ഹെർ, എന്നിട്ട് ബാക്കിലോട്ട് കൈവച്ചു. ഷീ സെഡ്, വി ഹാവ് എ പീസ് ഓഫ് സ്ക്വയർ പേപ്പർ ഹിയർ, bringing the 2 corners together and you get a triangle. അങ്ങനെ അതിൻ്റെ 2 കോർണറും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. when we can get a triangle, അപ്പോൾ അവർക്കൊരു ട്രയാങ്കിൾ കിട്ടി. turn 1 corner backwards, എന്നിട്ട് അതിൻ്റെ ഒരു കോർണർ ബാക്ക്വാർഡായിട്ട് മടക്കി. and keep the piece of paper aside, എന്നിട്ട് ആ പേപ്പർ അവിടെ മാറ്റി വെച്ചു. Take another piece of paper and form a triangle as before, എന്നിട്ട് വേറൊരു പീസ് ഓഫ് പേപ്പർ എടുത്തു, അതിനെയും ആദ്യം ചെയ്തതുപോലെ ട്രയാങ്കിൾ ആക്കി. Fold the corners of the longer side down, എന്നിട്ട് fold the corners of the longer side down, എന്നിട്ട് ലോങ്ങർ ആയിട്ടുള്ള സൈഡ് ഒന്ന് മടക്കി. Fold the other corner a little towards the inside, എന്നിട്ട് മറ്റേ ഭാഗം കുറച്ച് ഉള്ളിലോട്ടാക്കി, കുറച്ച് മടക്കി ഉള്ളിലോട്ടാക്കിയിട്ട്. ഓക്കെ, ഇൻസൈഡ് മീൻസ് ഉള്ളിൽ. നൗ പേഴ്സ് ദ 2 പീസസ് ഓഫ് പേപ്പർ ടുഗെദർ, എന്നിട്ട് ഈ 2 പേപ്പറും കൂടെ എന്ത് ചെയ്തു? പേസ്റ്റ് ചെയ്തു. ഡ്രോ 2 eyes ആൻഡ് എ നോസ്, എന്നിട്ട് 2 ഐസും ഒരു നോസും വരച്ചു. വാട്ട് ഹാവ് വി ഗോട്ട്, എന്താണ് നമുക്കിപ്പോൾ കിട്ടിയത്? A dog, smiled Hema and turned to face her friends. എന്നിട്ട് അവൾ തിരിഞ്ഞു നിന്നിട്ട് ഫ്രണ്ട്സിന് അഭിമുഖമായി നിന്നിട്ട് അവൾ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ഡോഗിന് കിട്ടി. Everyone clapped, അപ്പോൾ എല്ലാവരും കൈയടിച്ചു. That was nice, Hema, said Shan. അപ്പോൾ ഷാൻ പറഞ്ഞു, it was nice. And you did it nicely without even look at it. ഓക്കെ, അതിനൊന്ന് നോക്കുക പോലും ചെയ്യാതെ നീ എന്തൊരു നൈസായിട്ടാണ് ഇതുണ്ടാക്കിയത്. സെഡ് സത്യ പറഞ്ഞു. ഷാൻ സെഡ്, ഐ വണ്ടർ ഹൂ തോട്ട് ഓഫ് ദിസ് നൈസ് ക്രാഫ്റ്റ്. വി നീഡ് ഓൺലി പേപ്പർ ആൻഡ് ഗ്ലൂ ഫോർ ദിസ് ക്രാഫ്റ്റ് വർക്ക്. അപ്പോൾ ഷാൻ പറയാണ്, ഐ വണ്ടർ ഹൂ തോട്ട് ഓഫ് ദിസ് നൈസ് ക്രാഫ്റ്റ്. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ആരാണ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചത്. വി നീഡ് ഓൺലി പേപ്പർ ആൻഡ് ഗ്ലൂ ഫോർ ദിസ് ക്രാഫ്റ്റ് വർക്ക്. ഈ ക്രാഫ്റ്റ് വർക്കിന് നമുക്ക് ആകെ ആവശ്യമായിട്ടുള്ളത് ഒരു ഗ്ലൂവും അതുപോലെ തന്നെ ഒരു പേപ്പറുമാണ്. Origami is a Japanese craft. In the original origami designs, even glue is not used. Pieces of square paper that are colored on the one side are used, said Kalpana. When Kalpana said origami is a Japanese craft, Kalpana പറഞ്ഞു origami ഒരു Japanese craft ആണ്. In the original origami designs, ഒറിജിനൽ ആയിട്ടുള്ള origami designsൽ even glue is not used. glue പോലും ഉപയോഗിക്കില്ല. Pieces of square paper that are colored on the one side are used. അപ്പോൾ കളർ പേപ്പേഴ്സാണ് ഉപയോഗിക്കുക, അതിൻ്റെ 1 സൈഡിൽ മാത്രമേ കളർ ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ. വെൻ കൽപ്പനയാണ് കേട്ടോ ഇത് പറയുന്നത്. വാട്ട് എൽസ് ക്യാൻ യു ടെൽ us about origami
Professor? Asked Raghav, making fun of Kalpana. Kalpana loved to read books and knew a lot of interesting facts. So the children called her Professor. When Raghav asked to Kalpana, "What else can you tell us about origami, Professor?" എന്താണ് രാഘവ് നമ്മുടെ കൽപ്പനയെ ഒന്ന് കളിയാക്കുകയാണ്. എന്താണ് പ്രൊഫസർ എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് എന്താണ് ചോദിക്കുന്നത് പ്രൊഫസറിനോട്? വാട്ട് എൽസ് ക്യാൻ യു ടെൽ അസ് അബൌട്ട് ഒറിഗാമി? നിനക്ക് ഈ ഒറിഗാമിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പ്രൊഫസർ? ഇനി എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കാൻ. അപ്പം എന്തുകൊണ്ടാണ് ഇവർ കൽപ്പനയെ പ്രൊഫസർ എന്ന് വിളിക്കുന്നത്? കൽപ്പന ലവ് ടു റീഡ് ബുക്സ് ആൻഡ് ന്യൂ എ ലോട്ട് ഓഫ് ഫാക്ട്സ്. ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അറിയാം അവൾക്ക്. എന്തുകൊണ്ട്? അവൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. സോ ദ ചിൽഡ്രൻ കോൾഡ് ഹർ പ്രൊഫസർ. Professor is a teacher in college. Okay. In Japan, the crane is the most common design, continued Kalpana. When Kalpana said, ജപ്പാനിലെ ക്രെയിൻ ആണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഡിസൈൻ. My aunt told me this story. A place called Hiroshima in Japan was hit by a bomb. A girl named Sadako was hurt. She believed that she would get well if she folded 1,000 paper cranes, but she had folded only 664 cranes when she became too weak to fold anymore. After a short while, she died. Kalpana told them a story that she heard from her aunt. അവളുടെ ആൻറ്റി പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അവളുടെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ. എ പ്ലേസ് കോൾഡ് ഹിരോഷിമ ഇൻ ജപ്പാൻ വാസ് ഹിറ്റ് ബൈ എ ബോംബ്. ഇൻ വേൾഡ് വാർ ദർ ഇസ് എ അറ്റാക്ക് ഇൻ ഹിരോഷിമ ഇൻ ജപ്പാൻ. ഓക്കെ. ജപ്പാനിലെ ഹിരോഷിമയിൽ ബോംബ് വീണിട്ടുണ്ടായിരുന്നു. വെൻ ഹിരോഷിമ ദിനം, നാഗസാക്കി ദിനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ദാറ്റ് ഈസ് ദ day when the bomb is hit in Hiroshima. Okay. When a girl named Sadako was hurt. When Sadako എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗേളിന് അവിടെ ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. She believed that she would get well if she folded 1,000 of paper cranes. 1000 പേപ്പർ ക്രെയിൻസ് ഉണ്ടാക്കിയാൽ അവൾ ഇതിൽ നിന്നും രക്ഷപ്പെടുമെന്ന് അവൾ ചിന്തിക്കുകയാണ്. When she began to fold 664 cranes when she became too weak. അവൾ നല്ല വീക്കാവുന്നതിന് മുന്നായിട്ട് അവൾ 664 ക്രെയിൻസ് ഫോൾഡ് ചെയ്തുണ്ടാക്കി. ഓക്കെ. ആഫ്റ്റർ എ ഷോർട്ട് വൈൽ, അങ്ങനെ ഒരു പേപ്പർ പോലും അടക്കാൻ പറ്റാത്തത്ര വിധം അവൾ വീക്കായി. അതിനുശേഷം ആഫ്റ്റർ സംടൈംസ് she died. Okay, അവൾ മരിച്ചു. Her friends and family helped complete her wish by folding the remaining cranes. അങ്ങനെ അവളുടെ ഫ്രണ്ട്സും ഫാമിലിയും എന്ത് ചെയ്തു? അവൾ മടക്കി വെച്ച ബാക്കി ക്രെയിൻസിനെ ഉണ്ടാക്കിയിട്ട് 1000 cranes കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. When in her memory the people of Japan placed her statue at the Children's Peace Park in Hiroshima. The statue shows Sadako holding a paper crane. When in memorial to സഡാക്കോയുടെ മെമ്മോറിയലായിട്ട് അവിടെ എന്തുണ്ടാക്കി? ദ പീപ്പിൾ ഓഫ് ജപ്പാൻ പ്ലേസ്ഡ് ഹർ സ്റ്റാറ്റ്യൂ. അവളുടെ ഒരു സ്റ്റാറ്റ്യൂ ഉണ്ടാക്കി അറ്റ് ദ ചിൽഡ്രൻസ് പീസ് പാർക്ക് ഇൻ ഹിരോഷിമ. ഹിരോഷിമയിലെ ചിൽഡ്രൻസ് പീസ് പാർക്കിലാണ് ഈ സ്റ്റാറ്റ്യൂ ഉണ്ടാക്കിയിട്ടുള്ളത്. ദ സ്റ്റാറ്റ്യൂ ഷൗസ് സഡോക്കോ ഹോൾഡിംഗ് എ പേപ്പർ ക്രെയിൻ. എന്താണ് സ്റ്റാറ്റ്യൂവിലുള്ളത്? സഡോക്കോ ഹോൾഡിംഗ് എ പേപ്പർ ക്രെയിൻ. സഡോക്കോ എന്ന ആ ഗേൾ ഒരു പേപ്പർ ക്രെയിന് ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വെൻ ജാക്കബ് സെഡ്, "You are right." നീ വളരെയധികം ശരിയാണ്. I too have read this story. ഞാനും ഈ സ്റ്റോറി വായിച്ചിട്ടുണ്ട്. Children from many countries sent paper cranes to Hiroshima. വിവിധ
കൺട്രികളിൽ നിന്നും ചിൽഡ്രൻ ഹിരോഷിമയിലേക്ക് പേപ്പർ ക്രെയിൻസ് അയക്കാറുണ്ട്. ദേ ആർ കെപ്റ്റ് നിയർ ദ സ്റ്റാറ്റ്യൂ. ആ സ്റ്റാറ്റ്യൂയുടെ അരികിലാണ് അവയൊക്കെ കീപ്പ് ചെയ്യാറുള്ളത് എന്ന് നമ്മുടെ രാഘവ് പറയാണ്. ജസ്റ്റ് ദെൻ ദ പവർ സപ്ലൈ resumed and the television boomed loudly. When suddenly the power supply resumed. എന്താണ് resumed എന്ന് പറഞ്ഞാൽ? came back or start again. അങ്ങനെ നമ്മുടെ പവർ കട്ടായിരുന്നല്ലോ, അങ്ങനെ പവർ തിരിച്ചു വന്നു, പവർ സപ്ലൈ തിരിച്ചു വന്നു. and the television boomed down loudly. ബൂംഡ് മീൻസ് മേഡ് എ ലൗഡ് നോയ്സ്. എന്നിട്ട് വലിയൊരു ശബ്ദത്തോടു കൂടി അവരുടെ TV ഓണായി. Let us turn off the television and continue our origami work, said Charlene. Then when Charlene said, let's turn off the television, നമുക്ക് ടെലിവിഷൻ ഓഫ് ചെയ്യാം, എന്നിട്ട് ഒറിഗാമി കണ്ടിന്യൂ ചെയ്യാം എന്ന് പറയാണ്. യെസ് എവരിവൺ സെഡ് ഹാപ്പിലി. എല്ലാവരും സന്തോഷത്തോടു കൂടി യെസ് എന്ന് പറയാണ് കേട്ടോ. So the television was switched off and the children enjoyed making many animals and birds out of the piece of paper. അങ്ങനെ പേപ്പർ പീസ് കൊണ്ട് ഒരുപാട് ആനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ ഉണ്ടാക്കുന്നത് അവർ എൻജോയ് ചെയ്തു. എന്നിട്ട് TV ഓഫ് ചെയ്തു. ദിസ് ഈസ് അവർ സ്റ്റോറി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി ഓഫ് മാജിക് വിത്ത് പേപ്പർ. Magic with paper. It was summer vacation and all the children in Riverview Apartments were bored. They couldn't even watch television because there was a power cut. Suddenly, Hema rushed into the room announcing that she had a cat, a dog, some fish, and even a rooster. Vijay, who loved animals, asked to see them in excitement. When the children found out that she had been talking about animals made out of paper all along, they groaned in disappointment. Hema had just gotten back from art class. She explained to the other children that origami was the art of paper folding. Satya, one of her friends, asked her to show them how to do it. So Hema decided to show off her new skills a little. Facing the wall, she held a paper behind her back to show them that she could do origami without looking. Exclaiming that she was the youngest and greatest origami expert, she started with her tutorial. She first took a square piece of paper. Then she brought the two corners together to make a triangle. She turned one corner backwards and put the piece of paper aside. Now taking another piece of paper, she formed another triangle. She then folded the corners of the longer side down and the third corner a little towards the inside. She drew a face on this. By putting the two pieces together with glue, Hema turned around to show them that she had made a dog. One of her friends, Kalpana, stepped forward to explain that origami was a Japanese craft and that the original art never used glue. The other children called her Professor, pulling her leg because she loved to read and knew a lot of interesting facts. Kalpana went on to narrate a story about the origami crane, which was the most common design in Japan. She spoke about a small girl named Sadoko who lived in Hiroshima during a bomb blast. Because of the bomb, she became very sick and was hospitalized. She wished she could go back to school and play with her friends. She had heard that folding 1,000 cranes would heal anyone from their illness, so she started folding them. However, when she had folded only 664 cranes, she became too weak to fold any more and passed away. In her memory, her friends and family finished folding the rest of the cranes for her, and the people of Japan placed her statue at the Children's Peace Park in Hiroshima. The statue showed Sadoko holding a paper crane. Just as the story came to an end, the power supply resumed. The children decided not to watch television and have fun making more animals and birds from paper instead. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.